പ്രേക്ഷകരേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രഭാസിന്റെ ഏറ്റവും പുതിയ ചിത്രം രാജാ സാബിന്റെ ടീസർ പുറത്തെത്തിയിരിക്കുകയാണ്. ഹൈദരാബാദിൽ വെച്ചാണ് ചിത്രത്തിന്റെ ഗ്രാൻഡ് ടീസർ ലോഞ്ച് നടന്നത്. ഇന്ത്യ കണ്ട സമീപകാലത്തെ ഏറ്റവും വലിയ ടീസർ ലോഞ്ച് നിമിഷ നേരം കൊണ്ട് ആരാധകർ ഏറ്റെടുത്തിരുന്നു. ഡിസംബർ 5-നാണ് മാരുതി തിരക്കഥയെഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രം വേൾഡ് വൈഡ് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുക. ഐതിഹ്യങ്ങളും മിത്തുകളും ത്രില്ലിംഗ് എലമെന്റ്സുമൊക്കെയായി അതിശയിപ്പിക്കുന്ന ടീസറാണ് പുറത്തെത്തിയിരിക്കുന്നത്. തമൻ എസ് ആണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്. പ്രത്യേകമായി സജ്ജീകരിച്ച ഹാളിലാണ് ചിത്രത്തിന്റെ ടീസർ ലോഞ്ച് നടന്നത്. ബിഗ് സ്ക്രീനിൽ ഏവരെയും കാത്തിരിക്കുന്നത് മികച്ച ദൃശ്യാനുഭവം തന്നെയാവുമെന്ന് ടീസർ വ്യക്തമാക്കുന്നുണ്ട്. പ്രഭാസിനൊപ്പം സംവിധായകൻ മാരുതി, നിർമ്മാതാവ് TG വിശ്വപ്രസാദ്, സംഗീത സംവിധായകൻ തമൻ എസ് എന്നിവർ സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ വമ്പൻ സ്വീകരണമാണ് ആരാധകർ നൽകിയത്. പ്രഭാസിന്റെ തിരിച്ചുവരവും ആരാധകർക്ക് വലിയ ആഘോഷമാണ്. വ്യത്യസ്തമായ 2 ലുക്കുകളിലാണ് പ്രഭാസ് ചിത്രത്തിൽ എത്തിയിരിക്കുന്നത്. കിടിലൻ സ്റ്റൈലൻ ലുക്കിൽ എത്തുന്നതാണ് പ്രഭാസിന്റെ ഒരു കഥാപാത്രമെങ്കിൽ നിഗൂഢമായതും പേടിപ്പിക്കുന്നതുമാണ് അടുത്ത വേഷം. രാജാസാബിലൂടെ ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ സിനിമ നിർമ്മിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചുവെന്നും പ്രേക്ഷകരെ ഒരു അതിശയകരമായ ലോകത്തേക്ക് ആകർഷിക്കുന്നതാണ് ഇതിലെ കഥയും സെറ്റുകളുമെന്നും നിർമ്മാതാവ് TG വിശ്വപ്രസാദ് പറഞ്ഞു. സഞ്ജയ് ദത്ത്, നിധി അഗർവാൾ, മാളവിക മോഹനൻ, ഋതി കുമാർ തുടങ്ങിയവരും ചടങ്ങിനെത്തിയിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മികച്ച കഥാപാത്രം തന്നെയാണ് പ്രഭാസ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹൊറർ ഈസ് ദി ന്യൂ ഹ്യൂമർ എന്ന ടാഗ്ലൈനോടെയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ പ്രേക്ഷകരും ഏറെ ആകാംക്ഷയിലാണ്. ഫാമിലി എന്റർടൈനറായി എത്തിയ പ്രതി റോജു പാണ്ഡഗെ, റൊമാന്റിക് കോമഡി ചിത്രമായ മഹാനുഭാവുഡു എന്നീ സിനിമകൾക്ക് ശേഷം മാരുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദി രാജാ സാബ്. മാളവിക മോഹനനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ 5 ഭാഷകളിലായി പാൻ ഇന്ത്യൻ ചിത്രമായാണ് രാജാ സാബ് പ്രദർശനത്തിനെത്തുക. പീപ്പിൾ മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ TG വിശ്വപ്രസാദാണ് ചിത്രം നിർമ്മിക്കുന്നത്. വിവേക് ഉച്ച്ബോർലെയാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാവ്. കാർത്തിക് പളനിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.